വണ്ടി എടുത്തിട്ട് ഒരാഴ്ചയായിട്ടോ, ഇന്ന് കറക്റ്റ് ഒരാഴ്ചയായി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് എടുത്തത്. നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, ജോലി തിരക്കും പരിപാടിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇൻറ്റീരിയർ. നമുക്കിന്ന് ഇൻറ്റീരിയറിൻ്റെ ഷോർട്സ് ഇടാം കേട്ടോ. ഇൻറ്റീരിയറിൽ MX1 ഡീസലിൽ വരുന്ന എന്താണെന്ന് നോക്കാം. ഇതാണ് കീ വരുന്നത് കേട്ടോ. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കീ വരുന്നത് 2 സെയിമാണ് വരുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതെ നമ്മുടെ ക്ലസ്റ്റർ ഇങ്ങനെയാട്ടോ വരുന്നത്. ക്ലസ്റ്ററിൽ നമുക്ക് താർന്നുള്ള ഒരു ബാഡ്ജിങ് തെളിഞ്ഞ് വരുന്നു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ വരും. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ AC ഇവിടെ വരുന്നു, മാനുവൽ AC ആണ് വരുന്നത്. അതുപോലെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് സീറ്റ് ബെൽറ്റിന് വാണിങ്, എയർ ബാഗ്സ് ഓഫ് ആക്കാനുള്ള, പിന്നെ ഹസാർഡിൻ്റെ ഒരു ബട്ടൺ, ഇത്ര ബട്ടൺ ഉണ്ട്. ബാക്കി ഒരു ബട്ടൺ എല്ലാം ഫ്രീ ആണ്, ഒന്നും ബേസ് മോഡലിൽ വരുന്നില്ല. സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നത് നമുക്ക് ബ്ലൂടൂത്ത് വഴി മ്യൂസിക് കണക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡോർ പാനലിലേക്ക് നോക്കി കഴിഞ്ഞാൽ താറിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ബ്ലാക്കിൻ്റെ പിന്നെ ഒരു ക്രീം കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഹാൻഡിൽസിൻ്റെ പിടിയൊക്കെ വരുന്നതൊക്കെ എന്തായാലും ഒരു ബ്ലാക്കിൽ തന്നെയാണ് വരുന്നത്, വേറെ ഫിനിഷിംഗ് ഒന്നുമില്ല. പ്ലാസ്റ്റിക് ഫിനിഷ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. പവർ വിൻഡോയുടെ ബട്ടൺ അവിടെ കാണാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ AC വെൻറ്റ് കാണാൻ. മേളിലേക്ക് ഗ്രാബ് ഹാൻഡിൽ കണ്ടും പറ്റും. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്, അത് നമുക്കൊരു പിടിച്ച് കയറാനുള്ളൊരു ഹാൻഡിൽ അവിടെയും വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നുന്നത് സ്റ്റോറേജിന് ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ RC ബുക്ക് വയ്ക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, ചെറിയൊരു ബോക്സ് മാത്രമേ ഉള്ളത് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് സെൻട്രൽ കൺസോളിൽ വരുന്നത്. ഗിയർ എന്ന് പറഞ്ഞാൽ 6 ഗിയർ ആണ് വരുന്നത്. 2.2 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്, എംഹോക്ക് ഡീസൽ എഞ്ചിൻ വരുന്നത്. നമുക്ക് ആ സ്കോർപ്പിയോയിലൊക്കെ വരുന്ന അതേ എഞ്ചിൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ പറ്റും. ഹാൻഡ് ബ്രേക്ക് ഇവിടെ വരുന്നുണ്ട്. സീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. താറിൻ്റെ ബാഡ്ജിങ് അതിലുണ്ട്, അപ്പോൾസറി ആണ് വരുന്നത്. പിന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. ഇത് ഈ സൈഡിൽ ഡ്രൈവിംഗ് സൈഡിൽ നമുക്ക് സ്ലൈഡിംഗ് ആണ് വരുന്നത്, മറ്റേത് സ്ലൈഡിംഗ് അല്ല. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ചെറിയൊരു സ്പേസും വരുന്നുണ്ട് സ്റ്റോറേജിനുള്ള. സീറ്റ് ബെൽറ്റ് കാര്യങ്ങൾ. സ്റ്റിയറിംഗ് ഇങ്ങനെ വരുന്നത്. സ്റ്റിയറിംഗിൽ നമുക്ക് വോളിയത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസ് ഇവിടെയുണ്ട്. ഇവിടെ ലൈറ്റിൻ്റെ പോയിന്റ് വരുന്നു. നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. മീറ്ററിൻ്റെ മെനു ഒക്കെ നമുക്ക് നോക്കാം. ഇവിടെയാണ് കേട്ടോ നമ്മുടെ സ്വിച്ചുകൾ വരുന്നത്. ഇത് നമുക്ക് ഹില്ലീസൺ കൺട്രോൾ വരുന്നുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്, ഡീസലിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇത് പിന്നെ മറ്റേ നമ്മുടെ നിർത്തി കഴിഞ്ഞിട്ട് ഓഫായി പോകുന്നത്, നമ്മൾ എന്നാ പറയുന്നത്, ഓട്ടോ എഞ്ചിൻ ഓഫ് പരിപാടി വരുന്നത്. ഇവിടെ മെനുവിൻ്റെ ഇത് അപ്പ് ഡൗൺ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ 4-ലാണ് വരുന്നത്. അപ്പോൾ മെനു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ട്രിപ്പ് വരുന്നത് അവിടെ വന്നിട്ടുണ്ട് 12 ആട്ടോ നമുക്കിപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചിരിക്കുന്നത്, അതായത് മൈലേജ് കാണിച്ചിരിക്കുന്നത്. 541 കിലോമീറ്റർ നമ്മൾ ഓടിയിരിക്കുന്നത്, അതായത് ഇപ്പോൾ സ്പീഡ് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇത് വീലിൻ്റെ സെൻറ്റർ, അതായത് സ്റ്റിയറിംഗ് വീലിൻ്റെ 0 ഡിഗ്രി, അപ്പോൾ സ്ട്രൈറ്റ് ആണ് വണ്ടി കിടക്കുന്നത്. പിന്നെ വരുന്നത് വാണിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുള്ള നമ്മുടെ ഇത്രയൊക്കെയാണ് സാധനം. റൈറ്റ് സൈഡിൽ വരുന്നത് ഡീസലിൻ്റെ ഫ്യൂവലിൻ്റെ ആണ്, ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഹീറ്റിൻ്റെ ആണ് കേട്ടോ. ആ ഒരു ബാർ കാണിച്ചാണ്, ഈ 2 ബാറുകൾ. ഇത് ഡീസലും ഇത് ഹീറ്റിൻ്റെ ആണ് വരുന്നത്. ഇവിടെ RPM മീറ്റർ, ഇത് നമുക്ക് സ്പീഡിൻ്റെ മീറ്റർ വരുന്ന ആട്ടോ കാട്ടുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഹാർഡ് പ്ലാസ്റ്റിക് കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പവർ വിൻഡോയുടെ 4 ബട്ടൺ. ഇവിടെ നമുക്ക് മിററിൻ്റെ ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പാകത്തിന് ഒന്നുണ്ട്. ലോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. മിററൊക്കെ നമ്മൾ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് നമ്മൾ കണ്ടു. അതുപോലെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് സീറ്റിൻ്റെ ഒക്കെ സെറ്റപ്പ് വരുന്നുണ്ട്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ മുകളിൽ റൂഫ് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്ലാസ് വയ്ക്കാനുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ പുത്തൻ്റെ പെൻ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം വയ്ക്കാനുള്ള ഒരു ഹോൾഡർ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ പനോറമിക് സൺറൂഫിൻ്റെ സ്വിച്ചസ് ആണ്. ഇവിടെ ഒന്നുമില്ല, ഡമ്മിയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് വൈസർ വരുന്നുണ്ട്. ഇതിൽ വാനിറ്റി മിറർ വരുന്നില്ല. ഇവിടുത്തെ വൈസറിൽ വാനിറ്റി മിറർ വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതാണ് താർറോക്സിൻ്റെ MX1 ഡീസലിൻ്റെ ഇൻറ്റീരിയർ വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് ഞാൻ പറയാം, 17,50,000 സംതിങ് ആണ് ഡീസൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് MX1 കേട്ടോ. അതിൽ 16,60,000 പ്ലസ് ഇൻഷുറൻസ് കൂട്ടിയത്. ഇൻഷുറൻസ് പലരും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. ഞാൻ പുറത്തുനിന്നാണ് ഇൻഷുറൻസ് എടുത്തത്. അപ്പോൾ 17,50,000 ആണ് പറയുന്നത്. അപ്പോൾ 16,60,000 പ്ലസ് ഇൻഷുറൻസ് കൂട്ടിക്കോളൂ. ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ താറിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മുടെ ചാനൽ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നതൊന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. നമ്മൾ താറിൻ്റെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ.